ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു DJ പാർട്ടിക്കാണ്. സോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് റാക്കോ റെസിഡൻസിയിലാണ്. സോ ഇവിടെ തന്നെ ഫ്ലാമിംഗോ ഇൻ ക്ലബ് 19 വെച്ചിട്ടാണ് നമുക്ക് ഈ പരിപാടി നടക്കുന്നത്. ഞങ്ങളുടെ ശംഖുമുഖത്തെ DJ പാർട്ടി കൊളമായെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടന്റെ കെയർ ഓഫിൽ സെറ്റ് ചെയ്തതാണ് ഈ DJ പാർട്ടി. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം അവർ നമുക്കൊരു ബാഡ്ജ് തന്നു. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടക്കുന്നത്. സോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിൽ നേരെ മുകളിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു പ്രോഗ്രാം. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. എന്താ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവരോട് ഞങ്ങൾ പറഞ്ഞു DJക്ക് ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആക്ച്വലി ഇത് സംഭവം ഒരു റെസ്റ്റോ ബാറായിരുന്നു. അവിടെ ചെന്ന് നേരെ മെനു കാർഡ് എടുത്ത് നോക്കിയപ്പോൾ ഫുൾ ഓഫ് നമ്മുടെ ഡ്രിങ്ക്സിന്റെ ഐറ്റംസ് ആയിരുന്നു. ഒരു മെനു കാർഡ് എൻ്റെ കൈ കിട്ടിയ മെനു കാർഡ് അത്. ഞാൻ പറഞ്ഞു ഭഗവാൻ ഈശ്വര ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്ന് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഫുൾ കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങള്. ഞാൻ നല്ലൊരു വീഡിയോ റിവ്യൂ ചെയ്തു. ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് DJ അവിടെ സ്റ്റാർട്ടായിരുന്നു. ഞങ്ങളൊരു ഡൗട്ട് വന്നിട്ട് പോയി ചോദിച്ചാണ്. അപ്പോൾ ഞങ്ങൾ നേരെ DJക്ക് വേണ്ടിയിട്ട് അകത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഭഗവാൻ ഇവിടെ ആരും ഇല്ലേ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചേട്ടനിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു നിങ്ങളും DJക്കാരും മാത്രമേ അവിടെ കാണുള്ളൂ. ഞാൻ വിചാരിച്ച് സത്യമായിരിക്കുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആളുകളൊക്കെ പതിയെ വന്നു തുടങ്ങി. ഞങ്ങളവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴും അവർ വന്ന് ഞങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും ഡ്രിങ്ക്സ് വേണോ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളില്ല അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എതിരെ ഞങ്ങൾ ഇത് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി വൈബാണല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ കഴിച്ച് വൈബാക്കുന്നത് എന്ന് കരുതിയിട്ട് ഞങ്ങളിരുന്നു. ഞങ്ങൾ പതിയെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആളുകൾ കൂടി തുടങ്ങി, ഒത്തിരി പേര് വന്നു. ഞങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡാൻസൊക്കെ കളിച്ചു. ഭയങ്കര ഡാൻസറാണ്. അപ്പോൾ എന്തൊക്കെയോ കുറേ സ്റ്റെപ്പൊക്കെ പുതുതായിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനും. പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊച്ചിൻ്റെ ദേഹത്തൊക്കെ തട്ടി, ഭാഗ്യത്തിനൊന്നും പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് ആരോമിൽ പതുക്കെ ഡാൻസ് കളിക്കാൻ വന്നു. ആരോമിൽ പൊതുവെ കളിക്കാത്ത ആളാണ്. എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറ മാത്രമേ അവന് കാണുള്ളൂ. ഞങ്ങളിങ്ങനെ ഭയങ്കര കൂളായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നിന്നു. ചേട്ടൻ ഞങ്ങൾ കുറേ നേരം ഡാൻസ് കളിച്ചു. പിന്നെ കുറേ സ്റ്റെപ്പ് ഇട്ടു. ഞാനും അപ്പവും കളിച്ചു, ഞാനും പാറുവും കളിച്ചു. മാറി ഡാൻസ് കളിയായിരുന്നു. ഇതാണ് പാറും അപ്പവും. സോ അവർ ഭയങ്കര ഡാൻസിങ് ആയിരുന്നു. സീലറിലെ സോങ് ഏതോ ഒരു സോങ് ഇട്ടു. സോങ് ഇട്ടപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ പതുക്കെ ചാടി എണീറ്റോ. അയ്യോ പരിചയമുള്ള ഒരു സോങ്ങെങ്കിലും കേട്ടെന്നും പറഞ്ഞ് ചാടി തുള്ളി അവിടെ പോയി കുറേ നേരം ഡാൻസ് കളിച്ചു. ആ പാട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഓഫായി. പിന്നെ അത് കഴിഞ്ഞ് ബലം പിച്ചക്കാരി അങ്ങനെ കുറച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സോങ്സ് ഒക്കെ ചെറുതായിട്ട് ഇവരിങ്ങനെ പ്ലേ ചെയ്യും, കളിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ട്രാക്ക് മാറുമ്പോഴത്തേനും ഞങ്ങൾ വീണ്ടും നേരെ പോകും. അത് കഴിഞ്ഞ് പാറു അവിടെ ഷൂട്ടിംഗ് ആയിരുന്നു. ഞാൻ പാറു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഫുൾ അവിടെ ക്യാമറ വീഡിയോ എടുപ്പായിരുന്നു ഞങ്ങളുടെ മെയിൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു നല്ല ഫോട്ടോയോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ പോയതിനൊരു അർത്ഥം വേണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ പോകുന്ന ആ ഒരു ഒക്കേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ ഫോട്ടോയിലും വീഡിയോയിലും ആയിരിക്കും. പിന്നെ അവർ കുറേ സ്മോക്കൊക്കെ അടിച്ചു, ഒത്തിരി സ്മോക്കൊക്കെ അടിച്ച് അവിടെ ഞങ്ങൾ ഇനി ആ സ്മോക്കിൻ്റെ ഇത് കേട്ടിട്ടാണോ എല്ലാവരും ഇങ്ങനെ മത്ത് പിടിച്ചുള്ള ഡാൻസ് കളിക്കുന്ന അറിയത്തില്ല. ശരിക്കും റെസ്റ്റോ ബാറിൽ പോയാൽ കഴിച്ചിട്ടാണ് ഡാൻസ് കഴിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 അടിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബിയറെങ്കിലും അടിച്ചിട്ട് വേണം നമ്മൾ റെസ്റ്റോ ബാറിൽ പോയി തുള്ളാനെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഇതൊക്കെ വൈബ് വരും. കുറേ കഴിഞ്ഞപ്പോൾ ആരോമിൽ ബോറടിച്ച് അവിടെ ഇരിപ്പായി. അവനെല്ലാവരും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി പുറത്തു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിസറ്റേറിയോ അങ്ങനെ എന്തോ കാക്കോട്ട് തന്നെയാണ്. അവിടെ പോയി ഞങ്ങൾ പിസയൊക്കെ കഴിച്ചു. പിന്നെ എന്താ കഴിച്ചത്, പാസ്ത കഴിച്ചു. പാസ്ത ഒക്കെ ഞങ്ങൾ കഴിച്ച് നേരെ ഞങ്ങൾ എന്നിട്ട് നിർത്താൻ വയ്യ ഞങ്ങൾക്ക്. അപ്പം തന്നെ ഓൾമോസ്റ്റ് 11 മണിയായി. എങ്ങോട്ടെങ്കിലും പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാര്യവട്ടത്തിൽ പോയി കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ കുറേ ടൈം പോയി. പിന്നെ ഒരു പാതിരാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ആ ഒരു DJ പാർട്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ നൈറ്റ് പാർട്ടി ഡേ എന്ന് പറയുന്നത്. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.